Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സ്റ്റോക്കുകളുടെ ചാർട്ട് നമുക്ക് നോക്കാം. അതുപോലെ നിഫ്റ്റി, സ്മോൾ ക്യാപ്പ് രണ്ടിൻ്റെ ചാർട്ടുകൾ നമുക്ക് പോയിട്ട് അനലൈസ് ചെയ്യാം. നമ്മൾ ഡെയിലി ഇതുപോലെ വീഡിയോ ചെയ്യാറുണ്ട്. വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ അറിയുന്ന ട്രേഡിംഗ് സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഒരു 32 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. 25,000 മുകളിലാണ് ഇന്ന് നിഫ്റ്റി. ഒരുപാട് നാളുകൾക്ക് ശേഷം ക്ലോസ് ചെയ്ത് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ ആയിരുന്നു. നമ്മൾ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്, ഇപ്പോൾ ട്രെൻഡ് ലൈൻ വരച്ച റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം അതിൻ്റെ മുകളിൽ തന്നെയാണ് ഇന്ന് സസ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ നമുക്കതൊരു പോസിറ്റീവായിട്ട് നമുക്ക് നിൽക്കാം. ഇവിടുന്ന് നമുക്ക് നല്ലൊരു ഫർദറായിട്ടൊരു മൂവ്മെൻറ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളൊന്നും അധികം മൂവ് ആവുന്നില്ല. പക്ഷേ നമ്മുടെ നിഫ്റ്റിയുടെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ മാത്രമാണ് ചെറുതായിട്ടൊരു ബൈയിങ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ആയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു നമ്മുടെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും മാർക്കറ്റ് ചെറുതായിട്ടൊരു ബുള്ളിഷായിട്ട് വരുന്നത് തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ റേഞ്ച്. പിന്നെ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കത് അവസാനത്തെ ഒരു സ്വിങ് ഹൈ ആണ്. അത് 25,150 ആ റേഞ്ചിന് അടുത്താണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അടുത്തായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നിഫ്റ്റി മൂവ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൻ്റെ സ്റ്റോക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ചെറുതായി മൈന്യൂട്ടായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണെന്ന് തന്നത്. ഒരു ഡോജി ക്യാൻഡിൽ പോലത്തെ, ഡോജി അല്ല, ഒരു മൈനസ് ക്ലോസിംഗ് ആണ്. പക്ഷേ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. വളരെ നിങ്ങൾക്ക് നോക്കി അറിയാലോ, പോസിറ്റീവ് ക്ലോസിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇപ്പോൾ വീണ്ടും ഒരു റിജക്ഷൻ പോലെയാണ് വന്നിരിക്കുന്നത്. ആ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ നിന്നൊരു സെല്ലിങ് വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ബുള്ളിഷായിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 18,000 മുകളിൽ തന്നെ സ്മോൾ ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ പല സ്റ്റോക്കുകളും മൂവ്മെൻറ്റ് വരാത്തത്. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ചെറിയ രീതിയിലുള്ള ഒരു ബൈയിങ് വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ നമ്മൾ 2 സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് കാർഡും അതുപോലെ ഡെക്കൻ സിമെൻറ്റുമാണ്. ആക്സിസ് കാർഡ് നോക്കിയാണെന്ന് നമുക്കിന്ന് എൻട്രി കിട്ടിയിട്ടില്ല തോന്നുന്നു. മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ മുകളിൽ തന്നെയാണ് നമുക്ക് എൻട്രി എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ കുഴപ്പമില്ലെന്ന് മൈനസിൽ ക്ലോസ് ചെയ്തെങ്കിലും നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ മുകളിലാണ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ എൻട്രി ലെവൽ ആയി തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് മൈനസ് ആണെങ്കിലും എൻട്രി ആയിട്ടുണ്ട്. അതുപോലെ ഡെക്കൻസ് പറഞ്ഞ സ്റ്റോക്ക് ഇന്ന് നല്ല രീതിയിൽ മേലോട്ട് പോയൊരു സ്റ്റോക്കാണ്. നല്ല രീതിയിൽ മേലോട്ട് പോയി, പക്ഷേ ക്ലോസ് ചെയ്ത് നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ താഴെയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ 2 സ്റ്റോക്കുകളും ഇതിൽ വേണമെങ്കിൽ എൻട്രി ട്രിഗർ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ തന്നെ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എൻട്രി എടുത്തവർക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, നമ്മുടെ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ താഴത്തോട്ട് വന്നിട്ട് ഈ റേഞ്ചിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തിരിച്ച് കയറും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കരുത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ അതിനാണല്ലോ. സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് എക്സിറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ആ സമയത്ത് എക്സിറ്റ് ചെയ്യാണ്ട് ആ സ്റ്റോക്ക് വീണ്ടും താഴത്തോട്ട് പോയി 20-30% ലോസിൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഫണ്ടും ബ്ലോക്കായിട്ട് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാണ് സ്റ്റോപ്പ് ലോസിൻ്റെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മനസ്സിലല്ല സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെർമിനൽ തന്നെ നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള റൂൾ പോലെ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു സ്ട്രാറ്റജി തന്നെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത്. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല പവർഫുള്ളുമാണ്. ഓക്കെ, ഇപ്പോൾ 2 സ്റ്റോക്കുകളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ 2 സ്റ്റോക്ക് നോക്കാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് സ്റ്റുഡിയോ വെൽനെസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോവാം. ഇതിൻ്റെ ഒരു ചാർട്ട് നമുക്കൊരു ഡേ ചാർട്ട് എടുത്താൽ മനസ്സിലാവില്ല. നമുക്കൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്ക്ലി എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സ്റ്റോക്കിൻ്റെ ഒരുപാട് നാളത്തെ ഒരു റേഞ്ചാണ് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ആയിരിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ അവസാന സമയങ്ങളിലൊക്കെ ഈ സ്റ്റോക്ക് നല്ലൊരു ബൈയിങ്ങും അതുപോലെ തന്നെ നല്ലൊരു വോളിയും ബിൽഡപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു റിസ്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഈ റേഞ്ചിൽ നിന്ന് താഴത്തോട്ട് നമുക്ക് ഈ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഒരു 2.5% സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. നമുക്ക് ടാർഗറ്റായിട്ടൊരു 8% വയ്ക്കാം. നമുക്കൊരു 8%, കാരണം നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് മൂവ് ആയല്ലോ. അപ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടണമെങ്കിൽ നമുക്കൊരു 8%-എങ്കിലും ഒരു ടാർഗറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് വരച്ച് കാണിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഉദാഹരണം, സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ റേഞ്ചിൽ വയ്ക്കാം. ഇത് വീക്കിലി ക്യാൻഡിലാണ്. ഇതുപോലെ ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഓൾറെഡി സ്റ്റോക്ക് ഈ റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
ഇവിടുന്ന് ഇപ്പോൾ എൻട്രി നമുക്ക് ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ ഒരു ഡോജി ക്യാനിലായിരിക്കാം, ചിലപ്പോൾ ഒരു ചെറുതായിട്ട് ഈ റേഞ്ച് ഒന്ന് റീടച്ച് ചെയ്തിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു അവസരമാണ്. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2685 നമുക്ക് ടാർഗറ്റ് ഇതിലേക്ക് നോക്കാവുന്നതാണ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട്. സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞ പോലെ 2358 സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാം. ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ഒക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ പറഞ്ഞ ഉടനെ പോയി ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാനൊരു സെബി രജിസ്റ്റർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ രീതിയിൽ അന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ആളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് മാത്രം എൻട്രികൾ എടുക്കാൻ ശ്രമിക്കാം. ഞാൻ ഈ ചാർട്ടുകൾ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റൊക്കെ ഒന്ന് വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റോക്ക്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് നോക്കാം. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് സംഗവി മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൽ നിന്നൊരു 10% മുകളിൽ ഫോളല്ല ഒരു റാലി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് പോവാം. ഡെയിലി ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു റേഞ്ച് ഒരു ബ്രേക്ക് ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നടന്നിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് നാളത്തെ ഒരു റേഞ്ചാണ്. ഒരുപാട് തവണ ഈ സ്റ്റോക്ക് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നു, അതിനുശേഷം ഇവിടെ വന്നു, അതിനുശേഷം താഴത്തോട്ട് നല്ല രീതിയിൽ പോയി, പിന്നെ ഇവിടുന്ന് നല്ലൊരു റെസിസ്റ്റൻസ് വന്നു, വീണ്ടും താഴത്തോട്ട് പോയി. പക്ഷേ അധികം അങ്ങോട്ട് ഫോൾ വന്നിട്ടില്ല സ്റ്റോക്കിൽ. ഏകദേശം ഈ റേഞ്ചിൽ തന്നെ കുറച്ച് നാൾ കൺസോൾഡേറ്റ് ചെയ്ത് നല്ലൊരു ബ്രേക്ക് ഔട്ട് തരികയാണ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ എൻട്രി നോക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഞാൻ ഓൾറെഡി ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് നമുക്ക് ഈ ഒരു 405 406 റേഞ്ച് നമുക്ക് ടാർഗറ്റായിട്ട് നമുക്ക് ഇതിലേക്ക് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റാണ്. അപ്പോൾ ഈ റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു 320 നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റായിട്ട് 405 406 നമുക്ക് ടാർഗറ്റായിട്ട് നമുക്ക് നോക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു 10%. കാരണം ആ റേഞ്ച് നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നു, നല്ലൊരു വോളത്തോടുള്ള ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ നമുക്കൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് എന്ന് തന്നെ നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് സ്റ്റോക്കിലാണ് നമ്മൾ നാളത്തെ മാർക്കറ്റിൽ നോക്കുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നാളെ മറ്റു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്